ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ വാരിസീങ്ങളായ മശായിഖുമാർ അവരുടെ ഇൽഹാമിൽ നിന്നല്ലേ അവരിതൊക്കെ സംസാരിച്ചത്. നമ്മളെ മുഹിയുദ്ദീൻ മാല തുടങ്ങുമ്പോ തന്നെ ഖാലിയര് പറയുന്നില്ലേ, അവർ ചൊന്ന ബൈതീന്നും ബഹ്ജ കിതാബിന്നും അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്ത് അതാണ് അല്ലാഹു അവർക്ക് ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്ത ബൈത്തുകൾ. ബൈത്ത് അറിയിച്ചല്ല, ഇൽഹാമിലൂടെ അറിയിച്ചതിനവർ ബൈത്താക്കി ചൊല്ലിയതാണ്. മാല മുഴുവനും അങ്ങനെയാണ്. കണ്ടില്ലേ, എന്നൂടേകല്ലുടയവൻ തന്റേകൽ ആകന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. അവരുടെ അധികാരമാണത്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ ഫറയെന്നും കേട്ടോവർ. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലിനി എൻ്റെ അമാനില്ലതെന്നോവർ. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ. അനുവാദം വന്നാൽ ഫറേവൻ ഞാനെന്നോവർ. ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. അതാണ് കശ്ഫ്, അതാണ് ഇൽഹാം. അതിനെ മൊത്തത്തിൽ തള്ളിക്കളയുകയാണ്. ഇപ്പൊ ഈ ചെറിയ മക്കളെ വരെ ഇവരെ ഇറക്കിയിരിക്കുകയാണ്. ഇപ്പൊ കുറ്റ്യാടിയിലെ പേരോട് ഇതൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇന്നലെ ഞാൻ കേട്ടു, അയാളൊരു ചെറിയ മകൻ, ആ മകന് വലിയൊരു ഹലാക്കിന്റെ തൊപ്പിക്കെട്ട് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് സൂഫി എന്ന് പറഞ്ഞ് വാദിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരുടെ പ്രശ്നം വഹദത്തുൽ വുജൂദും അതേപോലെയുള്ള വാദങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഇൽഹാം തെളിവാണെന്ന് അവർ വാദിക്കുന്നു. അതൊരു കുറ്റമായിട്ട് ചെറിയ ഇവരെ വളർന്നു വരുന്ന തലമുറയെപ്പോലും നശിപ്പിച്ചു ഇവർ. ഇത് ഞങ്ങൾ പറയാതിരുന്നാൽ എന്താവും അവസ്ഥ? നിങ്ങൾ കേട്ടോക്കി, ഇത് അടുത്ത തലമുറയിലേക്ക് ഇവർ കൈമാറുകയാണ് ഈ മെസ്സേജ് വെച്ചു കൊടുക്കുന്നത്. അതിൽ ഒന്ന്, ഇത്തരം ആളുകൾക്ക് ഹുലൂൽ ഇത്തിഹാദിന്റെ വാദമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരു വസ്തുവിൽ ഇറങ്ങിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതും അല്ലാഹുവും ഒന്നാണെന്നോ വാദിക്കുന്ന വാദത്തിനാണ് ഹുലൂൽ ഇത്തിഹാദ് എന്ന് പറയുന്നത്. രണ്ടാമതായി, അത്തരം ആളുകൾക്ക് കിട്ടുന്ന ഇൽഹാമാത്തുകളെ അവർ ശരീഅത്തിന്റെ നിയമങ്ങളായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇൽഹാമാത്തുകൾ ഇസ്ലാമിൻ്റെ ഒരു തെളിവായി പറയാൻ നമുക്ക് പറ്റില്ല. മൂന്നാമതായി ഇമാം സുയൂത്തി തങ്ങൾ ഇൽഹാമാത്തുകൾ ഇസ്ലാമിന്റെ ഒരു തെളിവായി പറയാൻ പറ്റില്ല. ഇൽഹാം എന്ന് പറഞ്ഞാൽ എന്താ? അയാളെ ചെറിയ മോനായി എന്താ പറഞ്ഞു ഇവിടെ പരത്തിയത്? ഇപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് നൽകപ്പെടുന്ന ഇൽഹാം അത് രേഖയാണ് എന്നല്ലേ അഹ്ലുസുന്നയുടെ പക്ഷം? അതല്ലേ സൂഫിയാക്കന്മാർ എഴുതിയത്? ഫിഖ്ഹിൽ പൊതുവെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇവലൊക്കെ വരും ഞങ്ങൾക്ക് ഇൽഹാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് വേണ്ടാന്ന് കരുതി പൊതുവായി അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞ് സൂഫിയാക്കൾക്ക് ഹുജ്ജത്താണ് എന്നാണ് ഇമാം ബിൻ ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞത്. ഇവർ വളരെ എളുപ്പത്തിലാ പറയുന്നത്. ഇൽഹാമുകളൊക്കെ തെളിവാണ് എന്നവർ വാദിക്കും. വഹദത്തുൽ വുജൂദും അതുപോലെയുള്ള അദ്വൈതവാദങ്ങളൊക്കെ അതൊന്നും ഒരു സൂഫിയും വാദിക്കൂല. അത് വാദിക്കുന്ന ഒരു കിതാബ് എന്ന ലെവലിലുണ്ട്. അതിൻ്റെ പേര് മുല്ലാഹസ് എന്നാണ്. അത് നിങ്ങൾ ദർശനത്തുന്ന കിതാബാണ്, ഞങ്ങൾക്ക് അതിനായിട്ട് ബന്ധമല്ല. അതിലാണ് ഈ പറഞ്ഞ വഹദത്തുൽ വുജൂദും ഹുലൂൽ ഇത്തിഹാദിന്റെ വാദമൊക്കെ ഉള്ളത്. അതിലാണ് ഖദീമായ വസ്തുക്കൾ വേറെ ഉണ്ടെന്നൊക്കെ വാദിച്ച് തനി കുഫ്രൻ വാദം നിങ്ങൾ ദർശനത്തുന്ന ആ കിതാബിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇ.കെ. ഉസ്താദ് അന്ന് തന്നെ മുല്ലാ ഹസൻ ദർസിൽ വേണ്ടാന്ന് അന്ന് ഫത്വ കൊടുത്ത്. അത് സമസ്തന്റെ പ്രമേയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളിപ്പോൾ ഉഷാറായിട്ട് ദർശനത്തിനുണ്ട്. ഇതെങ്ങനെ ശരിയാകുക? അപ്പൊ ഹുലൂൽ ഇത്തിഹാദൊക്കെ നിങ്ങളെടുത്താൽ അത് ഇങ്ങോട്ട് എടുക്കണ്ട. അതൊക്കെ അതിന് മഅന മശായിഖിന് കൃത്യമായി അറിയാം.